പദ്ധതിയുണ്ട്. അതത്ര കർത്താവായ യേശുവിന്റെ സുവിശേഷം. നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് 2000-ഓളം വർഷം മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ഈ ലോകത്തിൽ ജനിച്ചു, പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു, ഒട്ടനവധി അത്ഭുതങ്ങൾ താൻ ചെയ്തു. കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു, കുരുടരെ അവൻ സൗഖ്യമാക്കി, ചെകിടരെ അവൻ സൗഖ്യമാക്കി, മുടന്തരെ അവൻ എഴുന്നേൽപ്പിച്ചു. എന്തിനു പറയുന്നു? മരിച്ചവനെ ഉയർപ്പിച്ചു. വിശുദ്ധ വചനം പറയുകയാണ്, പള്ളി പ്രമാണിയായിരുന്ന യായിറോസിന്റെ കൊച്ചുമകൾ മരിച്ചു പോയിരുന്നു, യേശു മരണം നീക്കിക്കൊടുത്തു. അതുപോലെ നൈൻ പട്ടണത്തിൽ വിധവയുടെ മകൻ മരിച്ചു പോയിരുന്നു, യേശു മരണം നീക്കിക്കൊടുത്തു. ലാസർ മരിച്ചിട്ട് 4 ദിവസമായിരുന്നു, യേശു ആ വീട്ടിൽ കടന്നു വന്നു, അവിടുത്തെ മരണം ജീവനാക്കി തീർത്തു. അപ്പൊ യേശു മരണത്തെ നീക്കി ജീവൻ നൽകി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് അത്ഭുതങ്ങൾ ചെയ്ത് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ യേശുവിനെ കണ്ടിട്ട് അന്നത്തെ പ്രവാചകനായിരുന്ന സ്നാപക യോഹന്നാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്നേഹിതരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെയും നിന്റെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന പാപമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായ ആരംഭവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കേൾപ്പാൻ കഴിയാതവണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയാതവണ്ണം ദൈവത്തിന്റെ കാര്യം ഒഴുകിപ്പോയിട്ടില്ല. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നത് പാപമത്രേ, അകത്യമത്രേ. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആളുകൾ നേർച്ചകൾ അർപ്പിക്കുന്നു, തർപ്പണങ്ങൾ ചെയ്യുന്നു, നേർച്ചകൾ അർപ്പിക്കുന്നു, ഒട്ടനവധി കർമാദികൾ ചെയ്ത് പാപമോചനത്തോട് നെട്ടോട്ടം ഓടുമ്പോൾ ഇതാ പാപപരിഹാരത്തിന് വേണ്ടി ഒരുവൻ പകരക്കാരനായി മരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അനേകം ആളുകൾ പാപമോചനത്തിന് വേണ്ടി ഒട്ടനവധിയായ കർമാദികൾ ചെയ്യുന്നുണ്ട്. അത് മതപുരോഹിതന്മാർ പറഞ്ഞ് കേട്ടിട്ട് ചെയ്യുകയാ. ചില ആളുകളൊക്കെ മരിച്ച ശേഷം 40 ദിവസം വരെ ആ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ മരിച്ച ശേഷം അവരെ ദഹിപ്പിച്ച ശേഷം അസ്ഥികളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് നദികളെല്ലാം ഒഴുക്കിയിട്ട് പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അവരെ മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് ഈ ആത്മാവ്, മരിച്ചുപോയ ആത്മാവ് ശാന്തി പ്രാപിക്കുമെന്നാണ്. എന്നാൽ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പറയുന്നത്, നിനക്ക് മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് നീ വിശ്വസിച്ചാൽ, യേശുവിനായി ഹൃദയം കൊടുത്താൽ നിനക്ക് നിത്യശാന്തി നൽകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനും നൽകുമെന്നൊക്കെ ലോകത്തെ സ്നേഹിച്ചു. യേശുവിൽ പാപമില്ലായിരുന്നു. 5 കോടതിയിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ തെറ്റില്ലായിരുന്നു. എന്നാൽ യേശു പകരക്കാരനായി മരിക്കുകയാണ്. ഉപ്പുകൊണ്ടൻ ദേശമേ, വലിയപ്പുറം ദേശമേ, മാതാവേ, പിതാവേ, സഹോദരി, സഹോദര, ഞാനും നീയും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ, കഠിനമേറിയ വ്യതകൾ കർത്താവായ യേശു എനിക്ക് പകരമായി, താങ്കൾക്ക് പകരമായി കർത്താവായ യേശു അവസാനത്തിൽ രക്തം വരെയും നമുക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, താങ്കൾക്ക് വേണ്ടി താങ്കളുടെ പാപത്തിൽ വിടുവിക്കുവാൻ, ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മരണം നീക്കുവാൻ ഇതാ ഒരുവൻ പെടവടഞ്ഞു പറഞ്ഞ് മരിക്കുകയാ. ദൈവവചനം പറയുന്നു, യെസമനാത്തോട്ടത്തിൽ വെച്ചാൽ പിടിക്കപ്പെട്ടു, യേശുവിനെ വിസ്തരിച്ചു, യേശുവിനെ പീലാത്തോസ് അവസാനം വിധിച്ചു, യേശുവിനെ ക്രൂശോടിയോർത്ത് ബന്ധിച്ചു, യേശുവിന്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചു, യേശുവിന്റെ തലയിൽ മുറ്റിരിടം വെച്ചു, യേശുവിന്റെ വിലാവിൽ കുന്നം കൊണ്ട് കുത്തി. സ്നേഹിത, ഞാനും നീ അനുഭവിക്കേണ്ട വ്യതകൾ കർത്താവായ യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. പത്രോസ് അത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു കർത്താവ് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ അച്ചുവന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്നേഹിത, യേശു ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, സകലം നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി? പാപത്തിന്റെ പരിഹാരം മുഴുവൻ, പാപത്തിന്റെ ശിക്ഷ മുഴുവൻ, മാനകുലത്തിന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും കർത്താവിന്റെ ക്രൂശിൽ ഇതാ നമുക്ക് പകരമായി മരിച്ചുകൊണ്ട് അവരിതാ ഏറ്റെടുത്തിരിക്കുന്നു. നീ പാപമോചനത്തിന് വേണ്ടി നീ മെഴുതിരി കത്തിച്ച് നടക്കണ്ട, പാപമോചനത്തിന് വേണ്ടി ഉരുണ്ട് നടക്കണ്ട, പാപമോചനത്തിന് വേണ്ടി നീ മലകയറി നടക്കണ്ട, തീർത്ഥയാത്രയ്ക്ക് പോകണ്ട. നിന്റെ ജീവിതം യേശുവിനായി കൊടുത്താൽ ആ യേശു നിന്നെ രക്ഷിക്കും. തിരുവചനം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. ആ യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉലകത്തുള്ള മഹാന്മാരുടെ കല്ലറകൾ അല്ല അടഞ്ഞു കിടക്കുമ്പോൾ ഇല്ല, യേശുവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശു മാത്രം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്,
മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. മരിച്ചവരിൽ ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മെയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നിരച്ച് സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. യേശു കർത്താവ് എന്നും ജീവിക്കുന്നു, യേശു മാത്രം ജീവിക്കുന്നു. സ്നേഹിത, നീ യേശുവിനെ വിളിച്ചാൽ മതി. യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി. യേശുവേ എന്റെ കടങ്ങളെ തീർക്കണമെന്ന് പറഞ്ഞാൽ മതി. യേശുവേ ഞാൻ എന്നിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം നിന്റെ പാപക്കറകളെ മുഴുവൻ യേശുവിന്റെ രക്തത്താൽ അവൻ ശുദ്ധീകരിക്കുകയാണ്. യേശുവിനായി ആര് ജീവിതം കൊടുക്കും? ആ യേശു സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുകയാണ്.